നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന പിന്തുണ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? 100 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നരേന്ദ്രമോദിക്കുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് 12.5 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സേ ഉള്ളൂ. എന്തിനധികം പറയുന്നു, ലോക പോലീസ് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് പോലും 44 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ. എങ്ങനെയാണ് മോദിക്ക് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് കിട്ടുന്നത്? ഇതിൽ എന്തെങ്കിലും ഫേക്ക്നെസ് ഉണ്ടോ? ഇതൊക്കെ പെയ്ഡാണോ? വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. വാസ്തവത്തിൽ പെയ്ഡായിട്ട് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബൂസ്റ്റ് ചെയ്തും യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത് ആരാധന കൊണ്ടല്ല, അതിന് പ്രത്യേകമായ ചില അൽഗോരിതം, ചില സ്ട്രാറ്റജിക്കൽ വർക്കുകൾ അതിൻ്റെ പിന്നിൽ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനോടകം തന്നെ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില മീഡിയ യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ എങ്ങനെയാണ് ഒരേ സമയം സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം 10,000-ൽ നിന്നും 20,000-വും 30,000-വും 40,000-വുമായി വർദ്ധിക്കുന്നത്. ഇതിൽ എന്ത് രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നതെന്നുള്ളത് ഇതിനോടകം തന്നെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഇതും. മോദിയുടെ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത അപ്ഡേറ്റ് ചെയ്താൽ കാണുന്നവരുടെ എണ്ണത്തിൻ്റെ 4-5 ഇരട്ടി പേർ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോകൾ, അതിനെക്കുറിച്ച് കാണാനും കമൻ്റ് ഇടാനും അത് ലൈക്ക് അടിക്കാനും ഒക്കെ നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് മണിക്കൂറുകൾക്കകം. അവിടെയാണ് മനസ്സിലാക്കുന്നത് ഇൻസ്റ്റയിൽ പെയ്ഡായിട്ടുള്ള പ്രൊമോഷനാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ലക്ഷക്കണക്കിന് ഫലസ്തീൻകാരെ അവരുടെ ജീവിത മാർഗം തന്നെ തല്ലിക്കെടുത്തി അവരെ ഇരുട്ടിലേക്ക് തള്ളി അയച്ച ഇസ്രായേലിലെ ക്രൂരനായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എല്ലാ പിന്തുണയുമുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റ് സന്ദർശിച്ചത് തന്നെ കൃത്യമായി തെറ്റായ ഒരു സന്ദേശമാണ് ലോകത്തിന് ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് നരേന്ദ്രമോദി നൽകുന്നത് എന്ന് നിസ്സംശയം പറയാം. പുണ്യ റംദാൻ മാസത്തിൽ ഇത്രയധികം കൃത്യമായി വംശഹത്യ നടത്തി വരുന്ന വംശവെറിയനായ നെതന്യാഹുവിനെ പിന്തുണയ്ക്കണമെങ്കിൽ മോദിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്.